ഹൈ സ്റ്റുഡൻസ്, നമ്മൾ 10ാം ക്ലാസ് ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതായത് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ. അപ്പോൾ എന്താണ് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി എന്ന് പറയുന്നത്? കറണ്ട് അഥവാ വൈദ്യുതി, ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താ? ഐ ആണ് അല്ലെ. ചാർജ് ഒഴുകുന്നതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി എന്ന് പറയാം. അപ്പോ I equal to Q by T, അതായത് ഫ്ലോ ഓഫ് ചാർജ് ഇൻ എ സെക്കൻഡ്, അതാണ് എന്ത് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ യൂണിറ്റ് വരിക ആംബയർ, കറണ്ടിന്റെ യൂണിറ്റ് വരിക ആംബയർ ആണ്, അല്ലെങ്കിൽ ഓർ ചാർജിന്റെ യൂണിറ്റ് കൂളോം, ടൈം സമയം അതിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ കൂളോം പെർ സെക്കൻഡ് അല്ലെങ്കിൽ ആംബയർ എന്നുള്ളതാണ് കറണ്ടിന്റെ യൂണിറ്റ്. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതായത് വൈദ്യുതിയുടെ ഫലങ്ങളാണ് വരുന്നത്. അപ്പൊ കറണ്ട് ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇലക്ട്രിക് ബൾബ്. ഇലക്ട്രിക് ബൾബിൽ നമുക്കറിയാം കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ ലൈറ്റ് കിട്ടുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ ഇലക്ട്രിക് ബൾബിൽ ഇലക്ട്രിക്കൽ ടു ലൈറ്റ് ആണ്, വൈദ്യുതോർജം പ്രകാശോർജമായിട്ട് മാറാം. അപ്പൊ ഇവിടെ എന്ത് എഫക്റ്റ് ആണ് കിട്ടുന്നത്? നമ്മൾ കറണ്ട് കൊടുത്തു, എന്നാൽ എന്ത് എഫക്റ്റ് ആണ് കിട്ടിയത്? ലൈറ്റിംഗ് എഫക്റ്റ് ആണ്, പ്രകാശബലാണ്. ഇനി അതേപോലെ ഇപ്പോ ഇലക്ട്രിക് ഹീറ്റർ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് അയൺ അല്ല, ഇസ്തിരിപ്പെട്ടി എന്നൊക്കെ പറയുന്നത്, അതിലെന്തായിരിക്കും? അതിന് നമ്മൾ കറണ്ട് കൊടുക്കുകയാണ്, എന്നാൽ എന്തായിട്ടാണ് മാറുന്നത്? ഹീറ്റാണ് കിട്ടുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ ടു ഹീറ്റ് എനർജി, അതായത് വൈദ്യുതോർജം താപോർജമായിട്ട് മാറും. അതായത് എന്ത് എഫക്റ്റ് ആണ്? ഹീറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ എഫക്റ്റുകൾ പഠിച്ചു? ലൈറ്റിംഗ് എഫക്റ്റ്, ഹീറ്റിംഗ് എഫക്റ്റ്. ഇനി വേറൊരു കേസാണ് സ്റ്റോറേജ് ബാറ്ററി ചാർജിങ്. നമ്മൾ ചാർജ് ചെയ്യാണ്, ഒരു ബാറ്ററി ചാർജ് ചെയ്യാണ്. അപ്പൊ അവിടെ നടക്കുന്നത് എന്തായിരിക്കും? നമ്മൾ കറണ്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇലക്ട്രിക്കൽ, അവിടെ എന്ത് എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? കെമിക്കൽ. അപ്പൊ ഇലക്ട്രിക്കൽ ടു കെമിക്കൽ, അതായത് വൈദ്യുതോർജം രാസോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് എഫക്റ്റ് ആയിരിക്കും? കെമിക്കൽ എഫക്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഫാൻ അല്ലെ, വീട്ടിൽ ഉപയോഗിക്കുന്ന ഫാൻ, ഇലക്ട്രിക് ഫാൻ. ഇലക്ട്രിക് ഫാൻ ആണെങ്കിൽ എന്താ വരിക? ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ. അപ്പൊ ഫാൻ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ കറങ്ങാണ്. അപ്പൊ കറങ്ങുമ്പോൾ വരുന്നത് ഏത് ഊർജ്ജമാണ്? മെക്കാനിക്കൽ എനർജി അഥവാ യാന്ത്രികോർജ്ജമാണ്. അപ്പൊ എന്ത് എഫക്റ്റ് ആയിരിക്കും? മെക്കാനിക്കൽ എഫക്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല പല എഫക്റ്റുകൾ കിട്ടുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ലൈറ്റിംഗ് എഫക്റ്റ് അല്ലെ, പ്രകാശബലം; ഹീറ്റിംഗ് എഫക്റ്റ്, താപബലം; കെമിക്കൽ എഫക്റ്റ്, രാസബലം; മെക്കാനിക്കൽ എഫക്റ്റ്, യാന്ത്രിക ബലം. അപ്പൊ ഇങ്ങനെ 4 എഫക്റ്റുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പഠിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റും ലൈറ്റിംഗ് എഫക്റ്റും ആണ്. കെമിക്കൽ എഫക്റ്റും മെക്കാനിക്കൽ എഫക്റ്റും നമ്മൾ അധികം എന്ത് ചെയ്യുന്നില്ല, അധികം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനിയിപ്പോ ഞാനിവിടെ ഒരു സർക്യൂട്ട് വരയ്ക്കുകയാണ്.
ഇതെന്താണെന്ന് പരിചയമുണ്ടല്ലോ, നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. ഇത് റെസിസ്റ്റർ ആണ്, അഥവാ പ്രതിരോധകമാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന വയറ് നിക്രോം വയറാണ്. ഇപ്പൊ നിക്രോമിന്റെ ഒരു കമ്പിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഇസ്തിരിപ്പെട്ടിയുടെ ഉള്ളിലൊക്കെ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് ഓയിലാണ് നിക്രോം, അതാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നിക്രോം കമ്പി ഉണ്ട്. ഇവിടെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് ബാറ്ററി അല്ലെങ്കിൽ സെൽ എന്ന് പറയും നമ്മൾ. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ്. നമ്മളിവിടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യും. നിക്രോം കമ്പി ചൂടാവുകയാണ് ചെയ്യുക. നിക്രോം കമ്പി എന്ത് ചെയ്യും? ചൂടാവും. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് പറയാം. ഇതൊരു ചാലകമാണ്, ഒരു കണ്ടക്ടറാണ്. അതിന്റെ ഒരു പാർട്ടാണ് എ ബി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക്, എക്സാമ്പിൾ ആയിട്ട് ബി എന്ന് പറയുന്ന ബിന്ദുവിൽ നിന്ന് എ എന്ന് പറയുന്ന ബിന്ദുവിലേക്ക് ഒരു കൂളോം ചാർജിനെ നമുക്ക് എന്ത് ചെയ്യണം? ചലിപ്പിക്കണം. അപ്പൊ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ഒരു കൂളോം ചാർജിനെ ചലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു വസ്തുവില് ബലം കൊടുക്കുമ്പോൾ സ്ഥാനാന്തരം ഉണ്ടാവും, അതാണ് പ്രവൃത്തി എന്ന് പറഞ്ഞു അല്ലെ. ഫോഴ്സ് കൊടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, അതാണ് വർക്ക് എന്ന് പഠിച്ചു. അപ്പൊ അതേപോലെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് 1 കൂളം ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കണം, ചലിപ്പിക്കണം. അപ്പൊ അങ്ങനെ ചലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? വർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും, പ്രവൃത്തി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണ് പറഞ്ഞത്? ഒരു കൂളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ, ചലിപ്പിക്കാൻ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു വർക്ക് കൊടുക്കണം, പ്രവൃത്തി കൊടുക്കണം. ആ പ്രവൃത്തിയെ നമ്മൾ ഇവിടെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം. അപ്പൊ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഒരു കൂളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നതിന്, ചലിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വർക്ക് അഥവാ പ്രവൃത്തി, അതിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ എന്താണ് ഇക്വേഷൻ? V ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ Q. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു നിക്രോം വയർ ഉണ്ട്. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലെ. നമുക്കറിയാം, കറണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം വേണം. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ എന്തിനായിരിക്കും സെല്ല് അഥവാ ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ടാവുക? അപ്പൊ മനസ്സിലാക്കുക, സെല്ല് അഥവാ ബാറ്ററി ഉപയോഗിക്കുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇപ്പൊ ബാറ്ററി അല്ലെങ്കിൽ സെല്ല് ഉപയോഗിക്കുന്നത് എന്തിനാണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ സമവാക്യമാണ് V ഈക്വൽ ടു W ബൈ Q. V എന്ന് പറയുന്നത് എന്താ? V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം. W എന്ന് പറയുന്നത് വർക്ക് അഥവാ പ്രവൃത്തി. Q എന്ന് പറയുന്നത് ചാർജ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സെല്ല് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ സെല്ല് ചെയ്യുന്ന പ്രവൃത്തി, സെല്ല് അല്ലെങ്കിൽ ബാറ്ററി അത് ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? W സമം Q ഇൻറ്റു V അല്ലെ. നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. W സമം Q ഇൻറ്റു V. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ഓഫ് ചാർജ് ഇൻ എ സെക്കൻഡ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ Q ഈക്വൽ ടു എന്തായിരിക്കും? IT ആയിരിക്കും. Q ഈക്വൽ ടു എന്തായിരിക്കും? IT ആയിരിക്കും. അപ്പൊ നമുക്ക് ചാർജ് ഉള്ളിടത്ത് എന്ത് കൊടുക്കാം? IT എന്ന് കൊടുക്കാം. IT V.
ഓക്കെ. അപ്പൊ ITV അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയും എഴുതാം, VIT. അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്? W = VIT എന്ന് കിട്ടി. അതായത് ഇവിടെ സെല്ല് പ്രവർത്തി ചെയ്യാണ്, വർക്ക് ചെയ്യാണ്. അപ്പൊ ഈ സെല്ല് എന്ന് പറയുന്നത് പ്രവർത്തി അഥവാ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ പ്രവർത്തി കാരണം, ആ വർക്ക് കാരണം ഇവിടെ വൈദ്യുതോർജ്ജം ഉണ്ടാവും, ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവും. ആ ഇലക്ട്രിക്കൽ എനർജിയുടെ ഫ്ലോ ഉണ്ടാവും. ആ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? ഹീറ്റ് എനർജി ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി വരുന്നുണ്ട്, നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഊർജ്ജ സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പൊ ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, എന്താണ് പറഞ്ഞത്? സെല്ല് ചെയ്ത പ്രവൃത്തി കാരണം വൈദ്യുത പ്രവാഹം ഉണ്ടാവാണ്, കറണ്ട് ഫ്ലോ ചെയ്യാണ്. ആ കറണ്ട് ഫ്ലോ, ആ വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറും? ഹീറ്റായിട്ട് മാറും, താപരൂപത്തിലായിട്ട് മാറും. ആ താപം കാരണമാണ് ഇവിടെ നിക്രോം ചൂടാവുന്നത്. അതായത് ഇവിടെ സെല്ല് ചെയ്ത പ്രവൃത്തി കാരണം ഇവിടെ എന്തുണ്ടായി? നിക്രോം കമ്പിയിൽ താപം ഉണ്ടായി. അപ്പോ ഈ പ്രവൃത്തിക്ക് നമുക്ക് എന്തെഴുതാം? പ്രവൃത്തി കാരണല്ലേ ഇവിടെ താപം ഉണ്ടായത്. അപ്പൊ W എന്നുള്ളതിന് പകരം H എഴുതാം. അപ്പൊ ഇക്വേഷനിൽ കൊടുത്താൽ എന്ത് വരിക? അപ്പൊ H = VIT. എന്താണ് വരിക? H = VIT. അപ്പൊ ഇതിൽ നിന്ന് പറയാൻ സാധിക്കും, താപം, ഹീറ്റ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് ടൈമാണ്, അതായത് ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ടൈമാണ്. പിന്നെന്തായിരിക്കും? ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. പിന്നെന്തായിരിക്കും? വോൾട്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് സമവാക്യമാണ് ഇവിടെ കിട്ടിയത്? H = VIT. എന്താണ് കിട്ടിയത്? H = VIT എന്ന് പറയുന്ന സമവാക്യം കിട്ടി. ഇനി നമ്മൾ 9ാം ക്ലാസ്സിൽ ഓംസ് ലോ അഥവാ ഓം നിയമം പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓർമ്മ ഉണ്ടോ? V = IR, അതുപോലെ I = V/R. 9ാം ക്ലാസ്സിൽ ഒരു ട്രയാങ്കിൾ ഒക്കെ വരച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചിട്ട് VIR എന്നൊക്കെ എഴുതിയിട്ട് അല്ലെ? ഓം നിയമം പ്രകാരം VIR എന്നും I = V/R എന്നും എഴുതാൻ നമുക്ക് കഴിയും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി ഞാൻ ചെയ്യുന്നത് V എന്നുള്ളതിന് പകരം IR എന്ന് കൊടുക്കുകയാണ് കേട്ടോ. എന്താണ്? V എന്നുള്ളതിന് പകരം IR എന്ന് കൊടുക്കുകയാണ്. അപ്പൊ എന്താ വരിക? നോക്കി നോക്കിയേ. H = V ക്ക് പകരം എന്ത് വരും? IR × IT. അപ്പൊ എന്താ വരിക? ഇവിടെ I × I എന്താണ്? I × I² RT. അപ്പൊ H = I² RT എന്നൊരു ഇക്വേഷൻ കിട്ടി അല്ലെ? എന്താ ചെയ്തത്? വളരെ സിമ്പിൾ ആണ്. V എന്നുള്ളതിന് പകരം IR എന്ന് കൊടുത്തു. V എന്നുള്ളതിന് പകരം എന്ത് കൊടുത്തു? IR എന്ന് കൊടുത്തു. അപ്പൊ IR × IT, I² RT. അപ്പൊ അങ്ങനെയാണെങ്കിൽ I എന്നുള്ളതിന് പകരം V/R ആണ് കൊടുക്കുന്നതെങ്കിലോ? ഇതേ സമവാക്യത്തിൽ ട്ടോ, 1ാമത്തെ സമവാക്യത്തില് V എന്നുള്ളതിന് പകരം IR എന്ന് കൊടുത്തപ്പോ മറ്റൊരു സമവാക്യം കിട്ടി. ആ സമവാക്യത്തെ 2 എന്ന് എഴുതി. ഇതേപോലെ 1ാമത്തെ സമവാക്യം, 1ാമത്തെ ഇക്വേഷനിൽ ഞാൻ ചെയ്യുന്നത് I എന്നുള്ളതിന് പകരം V/R കൊടുക്കണം ട്ടോ. 1ാമത്തെ സമവാക്യത്തിൽ തന്നെയാണ്. 1ാമത്തെ സമവാക്യത്തിൽ എന്താണ് ചെയ്യുന്നത്? I എന്നുള്ളതിന് പകരം V/R കൊടുക്കണം. അപ്പൊ V × V/R × T. അപ്പൊ എന്താ വരിക? H = V × V എന്താ? V² T/R. ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. അപ്പൊ താപവുമായി ബന്ധപ്പെട്ട്, ഹീറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. ഏതൊക്കെയാണ്? H = VIT, H = I² RT, H = V² T/R. അതിന് 2ാമത്തെ ഇക്വേഷൻ H = I² RT എന്ന് പറയുന്ന ഇക്വേഷൻ. ഇപ്പൊ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, അദ്ദേഹം പറഞ്ഞത് കറണ്ടും
അതുപോലെ റെസിസ്റ്റൻസും ടൈമും, ഇത് മൂന്നും തമ്മിലൊരു ബന്ധമുണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. അതിനൊരു പേര് പറയും ജൂൾ നിയമം. എന്താണ് പറയുക? ജൂൾ നിയമം, ജൂൾസ് ലോ. അപ്പൊ അത് നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ചാലകത്തിലൂടെ, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടത്തിവിടുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? താപം ഉണ്ടാവും, ഹീറ്റ് ഉണ്ടാവും. അത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക, എന്തിനൊക്കെയാണ് സ്വാധീനിക്കുക? ഒന്ന്, സ്ക്വയർ ഓഫ് കറണ്ട്, കറണ്ടിന്റെ സ്ക്വയർ. രണ്ട്, റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ, അതായത് ചാലകത്തിന്റെ പ്രതിരോധം. മൂന്ന്, കറണ്ട് ഒഴുകാനെടുക്കുന്ന സമയം, ടൈമാണ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഈ ജൂൾസിനോ ഡിഫൈൻ ചെയ്യാണ്. കാണാതെ പഠിക്കേണ്ട ഡെഫിനിഷൻ. ഈ ഇക്വേഷൻ പഠിക്കുക, എന്നിട്ട് നമ്മൾ ഡെഫിനിഷൻ ഉണ്ടാക്കുക. അപ്പൊ എങ്ങനെ ഡെഫിനിഷൻ ഉണ്ടാക്കുക? ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് കറണ്ട്, റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ആൻഡ് ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. അതായത് ചാലകത്തിലൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന താപം കറണ്ടിന്റെ വർഗത്തിനും ചാലകത്തിന്റെ പ്രതിരോധത്തിനും കറണ്ട് ഒഴുകാനെടുക്കുന്ന സമയത്തിന്റെ ഗുണനഫലത്തിനും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതാണ് ജൂൾ നിയമത്തിന്റെ സമവാക്യം. അപ്പൊ ജൂൾ നിയമത്തിന്റെ സമവാക്യം H=I²RT ആണ്. ഇത് കൂടാതെ മറ്റു രണ്ട് സമവാക്യങ്ങൾ കൂടി ഉണ്ട്. ഏതാണ്? H=VITയും H=V²T/R. അപ്പൊ ഈ ഒരു സെഷനിൽ നിങ്ങൾ ജൂൾ നിയമത്തിന്റെ സമവാക്യം എങ്ങനെ വന്നു എന്നുള്ള കാര്യവും, അതുപോലെ വൈദ്യുത പ്രവാഹത്തിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ, എഫക്റ്റുകൾ എന്താണെന്നുള്ളതും പഠിച്ചു. അടുത്ത സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ജൂൾ നിയമവുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യും. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ക്ലാസ് കേട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഇത് വർക്കൗട്ട് ചെയ്യുക. അപ്പൊ അടുത്ത സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ജൂൾ നിയമവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.